കുറച്ച് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടൻ ചൂര അങ്ങോട്ട് വാങ്ങി അച്ചാറിനുള്ള പീസസ് ഒക്കെ മാറ്റിയ ശേഷം ബാക്കി മുള്ളും തലയൊക്കെ കൂടിയിട്ട് ഒരു കറി വെക്കാൻ വേണ്ടി പോവാണേ. ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മീൻകറി റെസിപ്പിയാണ്. ഉള്ളിയും പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ച് മണത്തിന് വേണ്ടിയിട്ട് 1-2 കുടംപുളി ഇട്ട് ഉപ്പ് ഇട്ട് തിളപ്പിക്കാൻ വെക്കാവേ. ഇനി അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് അതിലേക്ക് അരച്ചൊഴിക്കാനുള്ള തേങ്ങയൊക്കെ ഇങ്ങോട്ട് ചിരകി എടുത്തേ. അപ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ച് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ച് അതൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മീനൊക്കെ അങ്ങോട്ട് ഇട്ടേ. ഇനി കുറച്ച് ഉരുളൻകിഴങ്ങ് കൊണ്ട് അമ്മാനാടി കളിക്കാമല്ലേ. കാരണം ഉരുളൻകിഴങ്ങിന് 5 കിലോയ്ക്ക് വെറും 100 രൂപയുള്ളൂ കേട്ടോ. അത് കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ കിഴങ്ങ് വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഉരുളൻകിഴങ്ങ് കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പിള്ളേർ മാത്രമല്ല ഒരുവിധം എല്ലാ പിള്ളേർക്കും കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. മെഴുക്കുരട്ടി എപ്പോഴും ചെയ്യുന്ന പോലെ അല്ലാതെ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ അടിപൊളി ഒരു മഴ അങ്ങോട്ട് പെയ്തേ. അതൊക്കെ അവിടെ ഇട്ടിട്ട് കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോഴേക്കും എൻ്റെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മീൻകറി വറുത്തിട്ട ശേഷം കിഴങ്ങിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ കുറച്ച് വറുക്കാനുള്ള മീനും ഒക്കെ ഉണ്ടായിരുന്നു, അതുമൊക്കെ അങ്ങോട്ട് വറുത്തെടുത്തേ. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ കഷ്ടം. ഇനി ഇതെല്ലാം ചെയ്ത സ്ഥിതിക്ക് അതും ഞാൻ തന്നെ ചെയ്യണമല്ലോ അല്ലേ. അങ്ങനെ കിച്ചൺ ഫുള്ളും തുടച്ച് വൃത്തിയാക്കി ഇട്ട് കേട്ടോ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.